ഉള്ളവർക്ക് കേന്ദ്ര പോലീസ് സേനകളിലെ അസിസ്റ്റന്റ് കമാൻഡന്റ് ആകാൻ അവസരം 349 ഒഴിവുകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർ 2026 മാർച്ച് 12 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. www.upsc.gov.in സൈറ്റ് വഴി വേണം അപേക്ഷിക്കാൻ. ഈ സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും ലഭ്യമുണ്ട്. ജൂലൈ 19 നടത്തുന്ന സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് അസിസ്റ്റന്റ് കമാൻഡന്റ് എക്സാമിനേഷൻ വഴിയായിരിക്കും സെലക്ഷൻ. ആകെ വേക്കൻസികൾ 349 പറയുകയാണെങ്കിൽ CRPF സെൻട്രൽ റിസർച്ച് പോലീസ് ഫോഴ്സിൽ 106 ഒഴിവുകൾ, CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് 70 ഒഴിവുകൾ, SSB സശസ്ത്ര സീമാബൽ 53 ഒഴിവുകൾ, BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് 108 ഒഴിവുകൾ, ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് 12 ഒഴിവുകൾ, അങ്ങനെയാകെ 349 ഒഴിവുകളാണുള്ളത്. പ്രായം പറഞ്ഞിട്ടുള്ള 2026 ഓഗസ്റ്റ് 1 20നും 25 വയസ്സിനും ഇടയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നവർക്ക് അത് ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. യോഗ്യത പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിലെ ബിരുദമാണ്. ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതേപോലെ NCC B സർട്ടിഫിക്കറ്റ്, NCC C സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്ക് പ്രിഫറൻസ് ലഭിക്കും എന്ന് ഓർത്തിരിക്കുക. സെലക്ഷൻ പ്രോസസ് പറയുകയാണെങ്കിൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവാം. അതോടൊപ്പം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, മെഡിക്കൽ എക്സാമിനേഷൻ, അതുപോലെ ഇൻ്റർവ്യൂ, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിയമനം ലഭിക്കുക. അപ്പോൾ റിട്ടൺ ടെസ്റ്റിന് കേരളത്തിൽ 2 സെൻറ്ററുകളുണ്ട്. കൊച്ചി, തിരുവനന്തപുരം എക്സൈസ് സെൻറ്ററാണ്. അപേക്ഷാ ഫീസ് 200 രൂപയാണ്. അത് ഓൺലൈനായിട്ട് നമ്മൾ അടയ്ക്കണം. അതുപോലെ SC/ST കാൻഡിഡേറ്റ്സും വനിതാ കാൻഡിഡേറ്റ്സും അപേക്ഷാ ഫീസ് ഇല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നമുക്കിനി എല്ലാ ഡീറ്റെയിൽസും www.upsc.gov.in ഈ സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റിൽ നിങ്ങൾക്ക് മാർച്ച് 12 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഈ മികച്ച അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.